ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. 2 ഫോട്ടോസുകൾ ഉപയോഗിച്ച് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. അതുപോലെ തന്നെ നമ്മളിതിനകത്ത് PNG ഫോട്ടോ ആക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ പോലെ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ട ഫുൾ പ്രോജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താലും പോലെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് കാണാൻ സാധിക്കുന്നത് 25-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സോങ്ങിന് പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ഫുൾ പ്രൊജക്റ്റ് എടുക്കുക. ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് 2 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഫോട്ടോയും ചേഞ്ച് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോട്ടോ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ആരുടെ വേണമെങ്കിലും 2 ഫോട്ടോ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഫോട്ടോ നോർമൽ ഫോട്ടോ PNG ഫോട്ടോ ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗാലറി ചെല്ലുന്നതായിരിക്കുന്നു. ഗാലറി ചെന്ന ശേഷം നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം നടുക്ക് കൊടുത്തിരിക്കുന്ന താഴെ 3ാമത് കൊടുത്തിരിക്കുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കത് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഒരു ഫോട്ടോ സേവ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ശേഷം മുകളിൽ എക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ടു ഗാലറി സേവ് ചെയ്യുക. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഫോട്ടോ വിജയ് സാറിൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. 3ാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ 2 ഫോട്ടോ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു തരാം. സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ആ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏറ്റവും താഴെ വരിക. ഏറ്റവും താഴെ വന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് 2 ഫോട്ടോ, ആദ്യത്തെ ലിറിക്സിനകത്ത് 2 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെ കാണുന്നുണ്ടല്ലോ ആ ലിറിക്സിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗാലറി ചെല്ലുണ്ട്. ഇവിടെ നമ്മൾ കീർത്തി സുരേഷിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അല്ലെങ്കിൽ വിജയ് സാറിൻ്റെ ഫോട്ടോ ആഡ് കൊടുക്കുന്നു. ഏത് ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം അടുത്ത ഫോട്ടോയും കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. മുമ്പ് ചെയ്ത് പോലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 2 ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ ഫോട്ടോ നമുക്ക് സൈസ് കറക്റ്റാക്കി മാറ്റണം. അതിന് സൂം ഓപ്ഷൻ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചാൽ മാത്രം മതി. മൂവ് ആൻഡ് ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ഉപയോഗിക്കുക. 3ാമത് ഓപ്ഷൻ സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് മാക്സിമം സൂമിൻ ഔട്ടാക്കുക. വിജയ് സാറിൻ്റെ ഫോട്ടോ ചെറുതാക്കി കൊടുക്കുന്നു. അതിനുശേഷം ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ഇങ്ങനെ നേരാക്കി കൊടുക്കുക. എക്സും വൈയും ക്ലിയർ ചെയ്താൽ മാത്രം മതി. കീർത്തിയുടെയും ഫോട്ടോ കറക്റ്റായിട്ട് ആ സൈസിൽ തന്നെ കറക്റ്റായിട്ട് ഫസ്റ്റിലത്തെ ഫോട്ടോ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. വേറെ ഒരു ഫോട്ടോയിൽ നമ്മളിങ്ങനെ ചേഞ്ച് കാര്യമില്ല. കറക്റ്റ് നമുക്ക് ഏത് സൈസ് വേണമെന്നനുസരിച്ച് കറക്റ്റായിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്ത് ആദ്യം കൊടുക്കുക. ഇത് ഫസ്റ്റിലത്തെ 2 ഫോട്ടോയും മാത്രം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ഈ സൈസിലായിരിക്കും ബാക്കി എല്ലാ ഫോട്ടോയും വരേണ്ടതെന്നനുസരിച്ച് വേണം ചെയ്യാൻ. കറക്റ്റായിട്ട് ടൈം എടുത്ത് നിങ്ങൾ കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 2 ഫോട്ടോയും മാത്രം പറഞ്ഞ മനസ്സിലല്ലോ. ബാക്കിയൊക്കെ ഫോട്ടോ ബാക്കി റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ 2 ഫോട്ടോയാണ് ഓരോ ലിറിക്സിന് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് നോക്കുക. ആ സെയിം പൊസിഷൻ തന്നെ കൊടുക്കണം. റൈറ്റ് സൈഡിൽ കീർത്തിയുടെ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കീർത്തി തന്നെ കൊടുക്കുക. ഇപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കീർത്തി, ലെഫ്റ്റ് സൈഡിൽ വിജയ് സാറിൻ്റെ ഫോട്ടോയാണ് ശ്രദ്ധിക്കുക. പറഞ്ഞു വെച്ചാലോ ഈ റൈറ്റ് സൈഡിൽ കീർത്തിയായിരിക്കും. 2ാമത്തെ ലിറിക്ക് എടുക്കുക. 2ാമത്തെ ലിറിക്ക് എടുക്കാൻ നേരത്തും റൈറ്റ് സൈഡിൽ കീർത്തി സുരേഷിൻ്റെ ഫോട്ടോ ആയിരിക്കണം. ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കീർത്തി സുരേഷിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കേണ്ടത് വിജയ് സാറിൻ്റെ ഫോട്ടോ ആയിരിക്കണം. അതിനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് മുകളിലത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. വിജയ് സാറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുക. പറഞ്ഞു മനസ്സിലായല്ലോ. ഓരോ ലിറിക്സിനും 2 ഫോട്ടോ വെച്ചാണ് ആഡ് ചെയ്യുക. ഇതിവിടെ നിങ്ങൾ ഫോട്ടോ ഒന്നും ചേഞ്ച് ചെയ്യുന്ന കാര്യമില്ല.
ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയും ആദ്യം തന്നെ ചേഞ്ച് ചെയ്ത് വിടുക. ആദ്യത്തെ ഫോട്ടോയും ആദ്യം ചേഞ്ച് ചെയ്താൽ മതി. ഇനി പറഞ്ഞ മനസ്സിലല്ലോ, ഈ 2 ഫോട്ടോയും നമ്മൾ ചേഞ്ച് ചെയ്ത് ഇതൊന്നും സൈസൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ലിറിക്സ് എടുത്ത ശേഷം ഇവിടെയും ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുക്കണം. അത് മാത്രം ഓർത്താൽ മതി. റൈറ്റ് സൈഡിൽ കൊടുക്കേണ്ടത് കീർത്തി സുരേഷിൻ്റെ ഫോട്ടോ ആയിരിക്കണം. ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ടത് വിജയ് സാറിൻ്റെ ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ മാത്രം ചേഞ്ച് കൊടുക്കുക. വേറെ ഒന്നും ചേഞ്ച് കൊടുക്കരുത്. ഫോട്ടോ മാത്രം അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ഇതുപോലെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ലിറിക്സിനും ഇങ്ങനെ 2 ഫോട്ടോ വെച്ച് കംപ്ലീറ്റ് ചേഞ്ച് കൊടുക്കുക. ഇവിടെയൊക്കെ ചേഞ്ച് ഫോട്ടോയും 2 ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇതിനകത്ത് ഏതെങ്കിലും ആദ്യം നമുക്ക് കീർത്തിയുടെ ഫോട്ടോ എടുക്കാം. കീർത്തി സുരേഷിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, ആ ഫോട്ടോ തന്നെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് കീർത്തി സുരേഷിൻ്റെ ഫോട്ടോയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത കീർത്തി സുരേഷിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളറും ടൈമും എനേബിൾ ആണെന്ന് നോക്കിയ ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. പറഞ്ഞ മനസ്സിലായല്ലോ. അതിനുശേഷം നെക്സ്റ്റിനകത്ത് കീർത്തി സുരേഷിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈലിലേക്ക് ആരോ ബട്ടൺ പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. രണ്ടാമത്തെ മാത്രം ആരോ ബട്ടൺ സെക്കൻഡ് മാത്രം കളർ സെലക്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഇങ്ങോട്ട് പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ എൻഡ് വരെയും കറക്റ്റായിട്ട് കീർത്തി സുരേഷിൻ്റെ ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ വിജയ് സാറിൻ്റെ ഫോട്ടോനെ അടുത്ത് വെക്കാൻ പോകുന്ന ഇതും അതുപോലെ തന്നെ വിജയ് സാറിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം വിജയ് സാറിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളറിൻ്റെ ടൈം എനേബിൾ ആണ് നോക്കിയ ശേഷം പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആ പൊസിഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ വന്ന ശേഷം വിജയ് സാറിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ എൻഡ് വരെ ചെയ്യുന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. പറഞ്ഞ മനസ്സിലല്ലോ, ഇവിടെ വരിക. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നിടത്ത് കംപ്ലീറ്റ് ആകുന്നതൊക്കെ. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് ഇച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.